അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടിപ്പ് ഒന്ന് നോക്ക്. ചുറ്റുഭാഗവും കണ്ണെത്താത്ത ഉയരത്തിൽ പച്ചിപ്പൊട്ടും നഷ്ടപ്പെടാത്ത മാമലകൾ, അതിൻ്റെ പല ഭാഗത്തു നിന്നും നീരുറവകൾ, ആ ഉറവകൾ സംഗമിക്കുന്ന വലിയ ജലശേഖരം. അത് പല ഭാഗത്തായി മനുഷ്യൻ തടയണ കെട്ടി അണക്കെട്ടാക്കി നിലനിർത്തുന്ന അവസ്ഥാവിശേഷം. ദൈവം തമ്പുരാൻ ഇത് നൽകിയില്ല എങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് കണ്ടുപോകുന്ന ഇതുപോലുള്ള ഒരുപാട് ഡാമും ചുറ്റുവട്ടവും നമുക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും? ഇതുപോലുള്ള പലതും കണ്ടിട്ടല്ലേ നമ്മുടെ കണ്ണ് കുളിർമയേകുന്നത്? നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തന്നെ ഇതിൽ വല്ലാതെ ആകൃഷ്ടരായി വരുന്നത് അതുകൊണ്ടല്ലേ. കണ്ണിന് കാണാൻ പറ്റുന്നതും ഹൃദയത്തിന് ഗ്രഹിക്കാൻ പറ്റുന്നതുമായ ഒട്ടനവധി നല്ല സന്ദർഭങ്ങളിൽ ദൈവം തമ്പുരാൻ നമുക്ക് സൃഷ്ടിച്ചു തന്നിട്ടില്ലേ? ഇതെല്ലാം കണ്ട് ആനന്ദം കൊള്ളുന്ന നമ്മൾ ഇതിനൊരു പര്യവസാനമുണ്ട് എന്നും ആ അവസാന നാളിൽ നാം ഈ ലോകത്ത് ചെയ്തു വെച്ചിട്ടുള്ള നല്ലതും തീയതുമായ എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്നും അതിൽ നന്മ ചെയ്തവർക്ക് ശാശ്വത സ്വർഗമുണ്ടെന്നും തിന്മ ചെയ്തവർക്ക് എന്നെന്നും പൊള്ളുന്ന നരകമായിരിക്കുമെന്നും പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത്? അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ സന്തോഷം കണ്ടെത്തുക, ഒപ്പം അള്ളാഹുവിൻ്റെ താക്കീതുകൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതം നന്നാക്കിയെടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്ദി.